നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച മീൻകറിയാണ്. അപ്പോൾ അയില മീനാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തേങ്ങ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് എടുക്കാനായിട്ട് നോക്കുക. അപ്പം നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ള കളറ് മാറി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരാൻ തുടങ്ങുന്നവരെ നന്നായിട്ട് ആ തേങ്ങ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരു തീ കൂട്ടി വയ്ക്കാൻ പാടില്ല. ഒരു ലൈറ്റ് മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മളൊരു 6 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്ത് ഒരു ഉള്ളിയും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 വറ്റൽമുളകും പിന്നെ ഒരു കുറച്ച് ഉലുവ കഷ്ണങ്ങൾ, വറുത്ത ഉലുവയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടി അതൊന്ന് വറുത്ത് കൊടുക്കുക. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ പൊടി നമ്മൾ ബാക്കി കറി പൗഡേഴ്സ് ആഡ് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് എടുത്തേക്കുന്നത്. ഈ പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ പിന്നെ അതിന് ശേഷം അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് അതിനെ വറുത്ത് കൊടുക്കുക. അപ്പോൾ ആ വറുത്ത് കൊടുത്ത് ആ ഒരു ഇതാവുമ്പോഴത്തേക്കും അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെറിയ ഒരു ഇഞ്ചി, എണ്ണ ചൂടാവുമ്പോൾ ചെറിയൊരു ഇഞ്ചി നീളത്തിലരിഞ്ഞത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനെ വഴറ്റി കൊടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ വറുത്ത കൂട്ട് മിക്സിയിൽ ഇട്ട് നല്ല മഷി പോലെ അരച്ചതിന് ശേഷം അത് ഈ എണ്ണയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് നമ്മുടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ എത്രയാണ് ഉപ്പ് വേണ്ടുന്ന അത് അനുസരിച്ച് അത് ആഡ് ചെയ്യാം. പിന്നെ കളറൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്താണ് നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. കളറ് ശരിയാവും. അവരവരുടെ കളർ അനുസരിച്ച് എത്ര എരിവ് വേണം, എത്ര കളർ വേണം എന്നനുസരിച്ച് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മീൻ കഷ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ മീൻ കഷ്ണം അയില മീനാണ് ഇവിടെ എടുത്തേക്കുന്നത്. ചെറിയ ലൈക്ക് മീഡിയം സൈസ് അയിലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അയില മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കഷ്ണം നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇളക്കി കൊടുക്കരുത് മീൻ കഷ്ണം ഇട്ടതിന് ശേഷം. കാരണം മീൻ പെട്ടെന്ന് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും വരും, പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം അത് അടച്ചു വയ്ക്കുക. ഉപ്പ് ഒക്കെ പരുവമാണോ എന്ന് നോക്കിയതിന് ശേഷം, പാകത്തിന് നോക്കിയതിന് ശേഷം അത് അടച്ചു വയ്ക്കുക. അപ്പോൾ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ശേഷം നന്നായിട്ട് തിളച്ച് കഴിയുന്ന സമയത്ത് അതിലേക്ക് നമ്മളൊരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ പച്ചമുളക്, അത് എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഇളക്കി കൊടുക്കാതെ കുറച്ച് നേരം അങ്ങനെ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. ഉപ്പ് എരിവൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അത് വേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, എരിക്കനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം തന്നെ ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി ഇടുമ്പോഴൊക്കെ ടേസ്റ്റിനൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ പാകമൊക്കെ നോക്കി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മീനിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് നോക്കാം. നോക്കിയതിന് ശേഷം നമുക്ക് അതിനെ അടച്ചു വയ്ക്കാം. അപ്പം ഒന്നും കൂടി നമുക്ക് ആ ഒരു മണമൊക്കെ നന്നായിട്ട് വരുന്ന സമയത്ത് നമുക്കത് വീണ്ടും എടുത്ത് നമുക്കതിനെ ഈ ഒരു സ്റ്റെപ്പും കൂടി നിങ്ങൾക്ക് ചെയ്യാം.
അങ്ങനെ ഒരു നന്നായിട്ട് തിളച്ച് എല്ലാം പാകമായി കഴിഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂകിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെയും തീയിൽ വേവിക്കേണ്ട കാര്യമില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഇതാ അയില കറി റെഡി ആയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.